காந்தாரி சொல்லு என்ன வேணும் தருவேனே நெஞ்ச அள்ளி நானும் ബോനപ്പാട്ടാ മല്ലി കട്ട തോണോ. ഹായ് ചില കുട്ടീസ്, ഞാൻ നിങ്ങളുടെ ദേവാച്ചിരി ക്യൂട്ട് ബേബീസ് ഒക്കെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് സ്പീഡായി പോയിട്ടുണ്ടെന്ന് കുറച്ച് പേർ പറഞ്ഞിട്ടുണ്ട്. സോറി, എക്സ്ട്രീംലി സോറി. കാരണം എന്ന് വെച്ചാൽ ആ സ്റ്റോറി ഒരുപാട് പുറവിൽ നിൽക്കുകയാണ്, അതുകൊണ്ടാണ്. കൂടാതെ നമ്മുടെ ഡാർക്ക് സോള്, രുദ്ര ഇതെല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഫസ്റ്റ് തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സ്പീഡിൽ ചെയ്യുന്നത്. അത് ഒരു സ്റ്റോറി മാതിരി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിച്ചതും ഉദ്ദേശിച്ച് ചെയ്തതും. അതുകൊണ്ടാണ് സ്പീഡിലാക്കിക്കുന്നത്. പിന്നെ ഒരേ വോയിസിൽ തന്നെ ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വോയിസ് ചേഞ്ച് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. സ്റ്റോറി മോഡലല്ലേ, അതുകൊണ്ടാണ് ഒരേ വോയിസിലങ്ങ് ഇട്ടേക്കുന്നത്. എനിക്കും അറിയാം അതൊരു ചെറിയൊരു ഇതാണെന്ന്, എങ്കിലും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്തേട്ടോ, വേറെ ഒന്നും വിചാരിക്കേണ്ട. ഇനി നമ്മൾ അടുത്തടുത്ത എപ്പിസോഡിൽ കറക്റ്റ് വോയിസ് അവരവർക്ക് കൊണ്ടുവന്നത് അവരവർക്ക് കൊടുത്തിരിക്കും. ഇപ്പോൾ നമ്മളുടെ ജെയ്ക്കാണെങ്കിലും ശരി, മറ്റുള്ളവർക്കാണെങ്കിലും ശരി, അവരവരുടെ വോയിസ് കൊടുത്തിരിക്കും. ഓക്കെ, ജെൻസിൻ്റെ വോയിസ് കൊടുക്കും, ലേഡീസിൻ്റെ വോയിസ് കൊടുക്കും. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചേക്കാം. പിന്നെ നമ്മളുടെ ട്വിൻസ് വൈഫി, അത് തമിഴിലാണ് നമ്മൾ വോയിസ് ഓവർ ചെയ്യാൻ ആഗ്രഹിച്ചത്. അത് ചില പേർക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് അറിയിക്കാം. എത്ര പേര് ലൈക്ക് അടിച്ചിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അടുത്തടുത്ത എപ്പിസോഡിൽ മലയാളം വേണോ തമിഴ് വേണോ എന്ന് തീരുമാനിച്ചിട്ട് ചെയ്യുക. കാരണം എനിക്ക് തമിഴാണ് എനിക്കിഷ്ടം അത് ചെയ്യാൻ. കാരണം ആ എല്ലാം നമ്മളുടെ ചാനൽ മലയാളത്തിലാണ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തമിഴിൽ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ചേച്ചി തമിഴ് ഭാഷയില്ല, ഇങ്ങനെയൊക്കെയാണോ പഠിക്കുന്നത്, എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, എല്ലാവർക്കും അറിഞ്ഞൊന്നും അല്ലല്ലോ വരുന്നത്, അതുകൊണ്ടാട്ടോ. പിന്നെ അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അടുത്ത എപ്പിസോഡിലൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും കമൻറ്റ് അറിയിക്കാൻ മറക്കണ്ട. ഓക്കെയാ, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ അടുത്തടുത്ത കാര്യങ്ങൾ വരാൻ പോകണം. ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് നമ്മുടെ ചാനലിൽ. കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് വോയിസ് ഓവർ, അത് ഇപ്പം ഉടനെ കയറും. അപ്പോൾ നിങ്ങൾ അതിനും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ സ്റ്റോറി സ്റ്റാർട്ട് പോവല്ലേ നമ്മളുടെ ഡ്രീം സ്റ്റോറിയിലോട്ട്. ഓക്കേടാ, ഇനി ഒരുപാട് സംസാരിക്കുന്നില്ല. എന്തെങ്കിലും തരത്തിൽ എൻ്റെ വോയിസ് അത്ര ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, പക്ഷേ എനിക്കെൻ്റെ വോയിസ് ഇഷ്ടമാണ് കേട്ടോ. ചില സമയത്തൊക്കെ എനിക്ക് എൻ്റെ വോയിസ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഓവർ തന്നെ ഇട്ടേക്കുന്നത്, വേറെ കാര്യമൊന്നുമില്ല. ഓക്കേടാ, ബൈ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നൽകുക. ഓക്കെ, ബൈഡാ. ആ സർ, പറഞ്ഞ സാറിനെ വിളിക്കായിരുന്നു. പിന്നെ എങ്ങനെ വിളിക്കാനാ? ഞാൻ ഡാഡിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ വെളിയിലൊക്കെ നിൽക്കുമ്പോൾ? അത് ഒരു കാര്യം ചെയ്യും, നീ എന്നെ ചെയ്യുന്ന വിളിച്ചാൽ മതിയല്ലോ. നീ അങ്ങനെയല്ലേ വിളിച്ചോണ്ടിരിക്കണേ, അപ്പൊ അങ്ങനെ വിളിച്ചാൽ മതി. ദിവസം 6 ഓരോന്നും വിളിക്കണ്ട. അത് ശരിയാവില്ല. നിന്റെ അടുത്തൊരു കാര്യം എനിക്ക് പറയാം. എന്താ ജെ? അത് നാളെ മുതൽ നീ ഓഫീസിൽ റീജോയിൻ ചെയ്തോ? ഞാൻ ചെയ്യില്ല. അതെന്താ ചെയ്യാത്ത? നിങ്ങളല്ലേ അവിടെ നിന്ന് വരട്ടി അടിച്ച, ഞാൻ വരത്തില്ല. എനിക്ക് ഇച്ചിരി ഈഗോ ഒക്കെ ഉള്ളതാ. ഓ, നിന്റെ ഈഗോ ഞാൻ കണ്ടു. എന്ത് കണ്ടു? നിന്റെ ഈഗോ കണ്ടു വന്നു. നീ ജയിച്ചോ, പക്ഷെ ഇക്കാര്യത്തിൽ വേണ്ട. എനിക്ക് നിന്നെ ദിവസം കാണണം. കാണണം. അങ്ങനെയാണോ ഡാഡി? അങ്ങനെ തന്നെ ഡാഡി. അപ്പോ നാളെ ജോയിൻ ചെയ്യാല്ലേ? വേണോ? അത് വേണം. നീ ജോയിൻ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഓഫീസ് ഇങ്ങോട്ടാക്കും. അയ്യോ, അത് വേണ്ട, ഞാൻ ജോയിൻ ചെയ്തോ. പിന്നെ നിന്റെ പൊസിഷൻ ചേഞ്ച് ആക്കുന്നുണ്ട്. അല്ല, നീ ഇപ്പോ എന്റെ പി അല്ലേ? അതിന് വേണ്ട. പിന്നെ അതൊക്കെ ഞാൻ പറയാം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, അത് പറ. അല്ല, നീ ഇപ്പോ എന്റെ പി എ ആയിട്ടിരുന്ന അതൊരു പ്രശ്നം ആകുമോ എന്നൊരു തോന്നൽ. ഇത്രയും നാളും പി ആയിട്ടല്ലേ ഇരുന്നത്? അല്ല, നിനക്ക് ജോലി കൂടുതലായി അങ്ങോട്ട് പി ആയിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ ബിസിനസ് ടൂറിന് വരണം, സ്റ്റേ ചെയ്യണം. വേണ്ട. എന്ത്? വേണ്ട, നീ പി ആയിട്ട് തന്നെ ഇരുന്നാ കേട്ടോ. നിങ്ങളല്ലേ പറഞ്ഞു എന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വേണ്ടെന്ന്. കാരണം നെക്സ്റ്റ് വീക്ക് ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്. അപ്പോ നീയും എന്റെ കൂടെ പറഞ്ഞു. പി വിക്കല്ലേ എന്റെ കൂടെ വരാൻ പറ്റത്തുള്ളൂ. വേണ്ട. എന്ത് വേണ്ട? എനിക്ക് പി എ പൊസിഷൻ വേണ്ട, ചേഞ്ച് ആക്കിയാൽ മതി.
അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എങ്കിൽ ശരി, പി എ പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്യാം. ബട്ട് എന്റെ അതേ CEO പൊസിഷൻ നിനക്ക് തരാം. അപ്പൊ നിങ്ങളോ? നിന്റെ പി എ ആവോ? അല്ല, നിന്റെ പി എ ഞാൻ ആവാന്ന്. എനിക്കതൊന്നും വേണ്ട. പിന്നെ ഞാൻ ഡിസൈനർ കോഴ്സാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഓഫീസിൽ എനിക്ക് ഡിസൈനർ പോസ്റ്റ് തന്നാൽ. ഓ, ഡിസൈനർ പോസ്റ്റ് ആകുമ്പോ നീ എപ്പോഴും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ലല്ലോ എന്റെ ആയിമളെ. ഓ, എനിക്ക് വേണ്ട. എനിക്ക് ഈ പൊസിഷൻ വേണ്ട. പി എ പൊസിഷൻ തന്നെ. അല്ല, എന്നെ മാറ്റിയാനേ. ശരി, മാറ്റാം. നിനക്ക് എന്താന്ന് വെച്ചാ ആ പൊസിഷനിൽ പോയി നിന്നോ. ഓ, അപ്പൊ നീ നാളെ ജോയിൻ ചെയ്യ. നാളെയോ? മറ്റേതാ? നാളെ തന്നെ നീ ജോയിൻ ചെയ്യണം. ഇല്ലേ നിന്നെ വന്ന് ഞാൻ പൊക്കി എടുത്തോണ്ട് വരും. പോവും. അത് വേണോ? വേണ്ട, ഞാൻ തന്നെ വന്നോളാം. പിന്നെ സെബി ചാൻ. സെബി എന്നെ പൊസസീവ് ആക്കരുത്. അതിന് സെബി ചാനും ഞാനും കൂടെ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്നാ? എനിക്ക് എന്നാണോ? എനിക്ക് പലതും ഉണ്ട്. അതുകൊണ്ട് സെബി ഇല്ല. ആ, സെബി റിസൈൻ ചെയ്തു പോയി. എന്ത്? എങ്കിൽ ഞാൻ വരുന്നില്ല. എന്താ നീ വരാത്ത? അവൻ റിസൈൻ ചെയ്തെന്ന് പറഞ്ഞു. നിനക്കെന്നാ? സെബി ചാൻ എനിക്ക് ഫുൾ സപ്പോർട്ടാ. അത് ഓൾറെഡി കുരിപ്പായി പറഞ്ഞു. ഞാൻ ഫുൾ സപ്പോർട്ട് നിൽക്കാൻ. നിനക്ക് സെബി ചാൻ വരണം. ആ, എനിക്ക് വേണ്ടി ഇതെങ്ങനെ ചെയ്യൂ നിങ്ങള്? ചെയ്യാം. ഇനി ഞങ്ങളുടെ കാല് പിടിക്കേണ്ടി ഞാൻ. അതിന് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ആട്ടെ, എന്തിനാ സെബി ചാൻ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്തു പോയത്? നിങ്ങളുടെ ബെസ്റ്റ് ചങ്കല്ലേ? അതൊക്കെ ഉണ്ട്. എന്ത്? എനിക്കറിയാത്ത എന്തെങ്കിലും നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാ? എന്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അവരിൽ നിന്നാ ഉണ്ടായിട്ടുള്ളത്. എന്താ? അല്ല, അവനെന്തോ ദേഷ്യത്തിൽ പോയതാ. ഞാൻ വിളിച്ചാൽ വരൂ, ഉറപ്പായിട്ട് വരും. എങ്ങനെയാളെ? ഇപ്പൊ തന്നെ കുറച്ചായിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചോളാം. അതാണ് നല്ലത്. ഇപ്പം ശരിയാവത്തില്ല. നിങ്ങൾ വിളിക്കല്ലോ. പ്രോമിസ് ആയിട്ടും അവനെ തിരിച്ച് ഞാൻ വിളിക്കും. ഓക്കെ, എങ്കിൽ ഞാൻ പോട്ടെ. പോവാണോ? ഇന്നലെ വന്നതല്ലേ, ഇന്നും ഓഫീസിൽ പോയില്ലെങ്കിൽ പ്രശ്നമോ? അപ്പോ നീ എന്തായാലും നാളെ ഓഫീസിലോ? ഓക്കെ ഡാഡി. ഷാർമോള് അമ്മേന്റെ അടുത്താണ്. ഓക്കെ, ശരി. ഞാൻ അങ്ങ് മോളെ കൂട്ടിക്കൊണ്ട് പോവാ. അപ്പൊ നീ നാളെ വരുമല്ലേ? വരും. ഓക്കെ, എങ്കിൽ എനിക്കൊരു അങ്ങനെ എനിക്ക് നീ തരാമോ? എന്തെന്ന് അറിയാമോ നമുക്ക് കൂടി കൊടുക്ക? എന്താന്ന് പറ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിടുങ്ങുന്നേ? എനിക്ക് ഇങ്ങനത്തെ കണക്ക് ഒരു കിസ്. എന്നെ കൊണ്ടങ്ങ് വരുന്നില്ല. അതെന്താ കുരിപ്പ? അല്ലെ, ഇന്നാ നിങ്ങൾ ഒരു കിസ് എന്നും പറഞ്ഞു വന്നിട്ട് ഇന്നലെ നിങ്ങൾ ടെംപ്റ്റ് ആയത് ഞാൻ കണ്ടതാ. അപ്പൊ ഇനി കിസ് അടിച്ചിട്ട് രാവിലെ വേറെ മൂഡിലോട്ട് ഞാൻ നിങ്ങളെ ചേഞ്ച് ആക്കണില്ല. അതുകൊണ്ട് മോനിപ്പം പൊക്കോ, നാളെ കാണാം. അപ്പൊ ഇങ്ങനെ കോൾ ചെയ്യോ? അല്ല, കോൾ ചെയ്യും. നിന്റെ വോയിസ് എനിക്ക് ഒരുപാട് മിസ്സാവും. ഓ, മിസ്സാവോ? അതുകൊണ്ടാണോ വായി തോന്നുന്നെല്ലാം വിളിച്ചു കൂടിയത്? എടി, സോറി, ഞാൻ ചോദിച്ചതാടി. നമ്മുടെ തെറ്റിദ്ധാരണ എനിക്ക് അങ്ങനെ സംഭവിച്ചു. ഇനിയും അങ്ങനെ സംഭവിക്കത്തില്ല. അതിനെന്താ ഇത്ര ഉറപ്പ്? അതൊക്കെ ഉറപ്പാ. ഇപ്പൊ നീ എന്റെ പെണ്ണല്ലേ? അപ്പൊ എന്റെ പെണ്ണല്ലായിരുന്നല്ലോ. ഓ, അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ഈ താട്ടങ്ങോട് എന്ത് കിസേ എന്നെ കൊണ്ടങ്ങ് വയ്യ. അയ്യേ പാടിയേ, കഷ്ടമല്ലേടിയേ, ഞാൻ പാവല്ലേടിയേ. ഇങ്ങനെ മുയലും മോന്ത വെച്ചിട്ട് സംസാരിക്കാതെ നിങ്ങൾ ചിനിങ്ങാതെ. സത്യം പറഞ്ഞ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. കൺട്രോളിന്റെ കാര്യമാണ് പറഞ്ഞല്ലോ. അല്ല, നിങ്ങളിങ്ങനെ മുയലും മുഖം വെച്ചിട്ട് പപ്പി ഐസില് ഓരോന്ന് ചോദിക്കുമ്പോ എനിക്ക് ഒരുമാതിരി അല്ല, വേറെ ഏതോ ഫീൽ ആവുന്നു. ആവണല്ലോ, അതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്ന് രാവിലെ ഫ്ലോട്ട് ചെയ്യുന്നേ. എങ്കിൽ തന്നെ എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് പപ്പി ഐസിന് മാറ്റൂ നീ.
മാറ്റിത്തരാം. എങ്കിൽ ഇപ്പൊ വളർന്ന് നടക്കൂടിയേ. എന്താ നോക്കി ചെക്കിനെ നോക്കി നോക്കി, നീ ഒന്ന് ഡൗൺ ചെയ്ത് നോക്കി നിന്റെ പപ്പി ഐസ് വെച്ച്. അയ്യോ അയ്യോ, ഇത്രയ്ക്കും വേണ്ടായിരുന്നു ഡാഡി. എന്തേ അങ്ങനെ കണ്ടേ? എന്ത്? അല്ല ഡൗൺ കണ്ടേ? അയ്യോ എനിക്കൊന്നും കാണണ്ട എൻ്റെ പൊന്നു സ്വാമി, എനിക്കൊന്നും കാണണ്ട എൻ്റെ കണ്ണം, എന്നെ വിട്ടേര്. അങ്ങനെ വിടാൻ ഉദ്ദേശമില്ലെങ്കിലോ? എൻ്റെ പൊന്നു മനുഷ്യ, എന്നെ വെറുതെ വിട്. രാവിലെ തന്നെ എന്നെ ഒരുമാതിരി ആക്കാതെ നിങ്ങള്. ആക്കണമല്ലോ, അതിന്റെ അല്ലേ. എന്ത്? അല്ല ഞാനോട് സംസാരിക്കണം, അതിന് വേണ്ടിയാ. നമുക്ക് നാടകമാനൊന്നുമില്ലേ? അതൊത്തിരി കുറവ്. ഭയങ്കര തൊടിക്കട്ടി കേട്ടോ, ഉളുപ്പില്ലാത്തവൻ. അല്ല ഉളുപ്പില്ലാത്തവൻ. എനിക്ക് ഉടുപ്പൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ പെരുന്ന മുന്നിൽ അതില്ല. നിങ്ങൾ പോയ നിങ്ങൾ എന്തായാലും സെബിച്ചനെ വിളി, എന്നിട്ട് സെബിച്ചാൽ വന്നാലേ ഞാൻ വരത്തുള്ളൂ. അങ്ങനാണോ? നിനക്ക് സെബിച്ചാനാ ഇഷ്ടം? ആ സെബിച്ചാനെ ഇഷ്ടം. സെബി സെബി എന്റെ ഇച്ചായനെ പോല. അറിയുള്ളൂ ലക്ഷം വിട്ട്, പക്ഷെ നിന്നെ അവൻ അങ്ങനെ കാണുന്നുണ്ടായേ. എന്താ? അല്ല സെബിക്ക് നിന്നെ പെങ്ങളെ പോലെ ആണെന്ന് പറഞ്ഞതാ. അതെന്താ ആണെന്ന് പറഞ്ഞില്ല. ഇത്രയും നാളെ സെബിച്ചായൻ എൻ്റെ അടുത്ത് ഒരു മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. എനിക്കല്ലേ അറിയത്തോളൂ, പിന്നെ കാണുന്ന എന്റെ പിള്ളേർക്കും അറിയാം. അല്ല പിള്ളേരെ, സെബി നമ്മുടെ ആയനെ എങ്ങനെ കാണുന്നേന്ന്? എന്താ പിള്ളേരോ? ഏത് പിള്ളേര്? ആ എന്റെ കുറച്ച് ഫാൻ പിള്ളേരുണ്ടേ, അവർക്ക് അറിയാന്ന്. എന്തറിയാന്ന്? അല്ല സെബി നിന്നെ ആ പെങ്ങളെ പോലെ കാണുന്നു. ആ എനിക്ക് ഉറപ്പാ. എങ്കിൽ ശരി, നിങ്ങൾ പോയേ. ഒരു കിസ്. ഒരു കിസ്സും ഇല്ല, ഒരു മിസ്സും ഇല്ല. പോടാ. ആ പോടാ. പോ മനുഷ്യ, നിങ്ങൾ ചുമ്മാ അഴിക്കിടാതെ പോയേ. നാളെ ഞാൻ ഓഫീസിൽ വരണം. വരണം. എങ്കിൽ പോ. ശരി, എങ്കിലും ഒരു കിസ്സെങ്കിലും തരാമല്ലോ എനിക്ക്. എനിക്കിപ്പോ ഉദ്ദേശിച്ചില്ല, നാളെ തരാം. ഉറപ്പായിട്ടും തരൂ? ആ തരൂ. സത്യം പ്രോമിസ് ചെയ്തേ? അയ്യോ പെട്ട്. നാളെ തരാം, ഉറപ്പായിട്ടും തരാം, പ്രോമിസ്. ഈ പപ്പീസ് എന്റെ പോലെ എനിക്ക് വയ്യ. ആണോ? നീ പെൺസിംഹം. ആ ഇപ്പോഴാണ് അറിയാൻ. പെൺസിംഹം തന്നെയാടോ. ഡോയോ? അല്ല, പെൺസിംഹം തന്നെയാണ് എന്റെ പുരുഷ. ശരിയടി എന്റെ മച്ചിനിച്ചി. അല്ല ശരി എന്നാ പൊന്നാട്ടീന്ന്. എനിക്ക് പൊക്കോ മോനെങ്ങോട്ട്, കൂടുതൽ വളഞ്ഞു പൊളയാതെ. ഇതെങ്കിൽ പിന്നെ ഡൗൺ ചിലപ്പോ പൊട്ടി പോവേ. അല്ല ഈ ഡൗണില് തലപ്പൊക്കിക്കുന്ന ആള് ചിലപ്പോ വേറെ വല്ലതൊക്കെ ചെയ്താലോ. ഓ അങ്ങനെ. ശരി എന്തായാലും നടക്കത്തില്ല, ഞാൻ പോവാണോ? പോണ്ടേ? അല്ല പോണം കുറേ പറ്റും. ശരി ഞാൻ പോവാ. ചാമോ പോടാ നമുക്ക് വീട്ടിൽ. പോണം പൊന്നെ, ഇന്ന് നമുക്ക് പോണം. ഓഫീസിൽ ഡാഡി പോയിട്ട് ഇപ്പൊ 2 ദിവസമായി. ഇനിയും പോയിട്ടില്ലെങ്കിൽ ഡാഡിക്ക് ഒരുപാട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മോള് നിർബന്ധം പിടിച്ചോണ്ടാ ഇന്നലെ വന്നത്. അപ്പൊ കുഞ്ഞ് നിർബന്ധം പിടിച്ചോണ്ടാ വന്നത്, അല്ലാതെ ഇയാൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല. ഇങ്ങനെ പോസസീവ് അടുപ്പിക്കാനുള്ള കാര്യം എനിക്കറിയാം. സെബിച്ചാനൊന്ന് വന്നോട്ടെ. ഇരിക്കുന്നടാ, നിന്നെ കൊണ്ട് വെച്ചിട്ടുണ്ടടാ എന്റെ മുയലച്ചാ. എന്താടി ആയി? ഒന്നുമില്ല, നിങ്ങക്ക് നാളെ ഞാനൊരു സർപ്രൈസ് തരുമെന്ന് പറഞ്ഞതാ. സർപ്രൈസോ? ഇപ്പൊ ഇപ്പൊ ഒന്നും തരാൻ പറ്റത്തില്ല. നാളത്തെ കാര്യം നാളെ. ശരി ഞാൻ പോവാ. എങ്കിലും ഒന്ന് തരായിരുന്നു. എന്താ ചാർന്നു? എന്താ? എന്താ കേട്ടില്ല? എനിക്കൊരു പല്ല് വേദനയാണോ? ഇപ്പൊ ഞാൻ ആശുപത്രി കൊണ്ടുപോയേ, ബിന്ദുസിന്റെ അടുത്ത് കാണിക്കേ. കൊറേ നേരമായി, എന്താണ് മുതൽ തുടങ്ങിയത്. ഒന്നുമില്ല. വാ ചർമ്മു, ഒരു മേള കഴിച്ച എന്റെ ചക്കര വാപ്പിക്ക്.
ഇങ്ങോട്ട് വന്നാലോ ഡാഡി നിനക്ക് ചർമ്മോ ഡാഡി പെരുമാറാൻ പറ ആയുഷിനോട്. അങ്ങനെ തന്നെ നല്ല മോള്. അച്ഛനെ വിവരങ്ങൾ മോക്ക് നല്ല വിവരമുണ്ട്. ഓ അല്ലെങ്കിൽ ഇതിനെ വളർത്തുന്നത് വെറുതെ. നിന്റെ ഉമ്മ ശരി, ഉമ്മ എന്റെ ഉമ്മ. ഹലോ ഇതാ ഷെബി, എവിടെയാ നീ? നിന്നോട് ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് വിളിക്കിരുന്നു, പിന്നെ എന്തിനാ നീ എന്തിനാ വിളിക്കണേ? നീ ഇപ്പൊ എവിടെയാടാ? ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലാ. എന്താടാ ആരെങ്കിലും? ആ എന്റെ അമ്മച്ചിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. എന്താ അമ്മച്ചിക്ക് പറ്റേ? ഏത് ഹോസ്പിറ്റലാടാ? സിറ്റി ഹോസ്പിറ്റല്. എടാ ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ ഇങ്ങോട്ട് വരണ്ട, ഒന്നാമത് തന്നെ എന്റെ BP റേസ് ആയിട്ടിരിക്കുക. ഇനി നീ കൂടെ വന്നിട്ട് അതിൽ ഇനിയും BP ജാസ്തിയാക്കണ്ട. എടാ എനിക്ക് നിന്റെ സംസാരിക്കണമെന്ന്. എങ്കിൽ പോവാ. ശരിടാ. ശരി. ആ എന്താടാ? എടാ അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മച്ചിക്ക് കുഴപ്പമില്ല, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ട് പോയ. ഓ ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട്, കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഒരു കുഴപ്പമില്ല. നീ എന്തിനാ വന്നെ? എന്നോട് എന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പൊക്കോ. എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനൊന്നുമില്ല. ചിലപ്പോൾ നിന്നെ അടിക്കും ഞാൻ. അടിച്ചോ, കുഴപ്പമില്ല, എന്റെ ഭാഗത്തുള്ള തെറ്റല്ലേ. എടാ ഞാൻ ആയുസിനെ റീജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? ആ അവളോട് റീജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ആയുസിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആയുസിന് കുഴപ്പമില്ല. ഇപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. നീ എന്തിനാ ഇപ്പോ അവളെ റീജോയിൻ ചെയ്യാൻ പറഞ്ഞേ? അവളതിന് സമ്മതിച്ചോ? സമ്മതിച്ചു. എടാ കുറച്ച് ദിവസം കൂടെ അവൾക്ക് റെസ്റ്റ് കൊടുത്തുവിടായിരുന്നു. അത് അവള് തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട്, അവൾക്കിപ്പോ ഓക്കെ ആണെന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവളുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. പൊസിഷൻ? ഇപ്പോ എന്റെ PA അല്ലേ. അവൾക്ക് ഇഷ്ടം ഡിസൈനർ പോസ്റ്റിലാണ്. അപ്പൊ പിന്നെ ആ പോസ്റ്റിലോട്ട് അവളെ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്നിട്ട് എന്ത് പറഞ്ഞു? ഷിഫ്റ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. നീ ഞാൻ പറയുന്ന ആളല്ലല്ലോ. അവളെ എങ്ങനെയെങ്കിലും അവളെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാനല്ല നിന്റെ പ്ലാൻ. ഇനിയിപ്പം പ്ലാനൊക്കെ ഒന്ന് മാറ്റി പിടിക്കാന്ന് വായിച്ചു. എന്താ? അല്ല എന്റെ പ്ലാൻ പോലെ അല്ലല്ലോ ഇനി കാര്യങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട്. പിന്നെ അല്ല, ആയുസ് ഓഫീസിൽ തിരിച്ച് റീജോയിൻ ചെയ്യണമെങ്കിൽ അവള് പറയുന്ന എല്ലാ എഗ്രിമെന്റും ഞാൻ സൈൻ ചെയ്തല്ലേ പറ്റൂ. അവള് പറയുന്ന എല്ലാത്തിനും ഞാൻ എസ് മൂലല്ലേ പറ്റൂ. അതാ. അപ്പൊ നിനക്ക് താഴ്ന്ന് സംസാരിക്കാൻ അറിയാം. പിന്നെ നിനക്ക് വേറൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? നിന്റെ റിസൈൻ ലെറ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്താ? നിന്റെ റിസൈൻ ലെറ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലെന്നോ? നീ ഓഫീസിൽ തിരിച്ചു വന്നേ പറ്റൂ. എന്നെ കൂടെ വരുത്തില്ല. നിന്റെ ആയുസ് ഉണ്ടല്ലോ, നീ വരുന്നില്ലേ? ആയുസ് ഉണ്ട്, ഞാൻ വരും. എങ്കിൽ വാ. എങ്കിൽ ഞാൻ പോട്ടെ. അമ്മച്ചിരുന്ന് കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. ശരി.